ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ചതയം മുതൽ ചതയം വരെ നാം ഗുരുദേവ ചരിതങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഗുരുദേവനാൽ സ്ഥാപിതമായ SNDP യോഗവുമായി SNDP യോഗത്തിന് ഗുരുദേവൻ നൽകിയ ഒരു കത്താണ് പരാമർശിക്കുന്നത്. ശ്രീനാരായണ ഗുരു SNDP യോഗം വിടുന്നു. ജനങ്ങളുടെ ഇടയിൽ ഒരുമയും ഉണർവും ഉണ്ടാക്കാൻ തക്ക ഏർപ്പാടായി തീരണമെന്ന് ആഗ്രഹിച്ച് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. യോഗവും യോഗ നേതാക്കളും ഗുരുവിൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് പ്രാമുഖ്യം കൽപ്പിക്കാതെ ഈഴവ സമുദായത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരായി. ഇത് ഗുരുവിന് വളരെയധികം വ്യസനമുണ്ടാക്കി. അത്തരമൊരവസരത്തിൽ 1916 മെയ് 22 ഡോക്ടർ പി പൽപ്പുവിന് ഗുരു ഒരു കത്ത് നൽകുകയുണ്ടായി. ആ കത്തിലൂടെ നാം യോഗത്തിൽ നിന്നും വിട്ടിരിക്കുന്നതായി ഗുരു അറിയിച്ചു. ആ കത്താണ് ഇനി പറയുന്നത്. യോഗത്തിൻ്റെ നിശ്ചയങ്ങളെല്ലാം നാം അറിയാതെ പാസ്സാക്കുന്നത് കൊണ്ടും യോഗത്തിൻ്റെ ആനുകൂല്യമൊന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ടും യോഗത്തിന് ജാത്യഭിമാനം വർദ്ധിച്ചു വരുന്നത് കൊണ്ടും മുമ്പേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്നത് പോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും യോഗത്തെ വിട്ടിരിക്കുന്നു. യോഗത്തിനോടുള്ള ബന്ധം മാത്രമല്ല, ഈഴവ സമുദായത്തിനോട് തന്നെ യാതൊരു ബന്ധവുമില്ല എന്ന് കൊല്ലവർഷം 1091 ഇടവം 15 പ്രബുദ്ധ കേരളം മാസികയിലൂടെ പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അത് ഇപ്രകാരമായിരുന്നു: നാം ജാതിമത ഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അതുഹേതുവാൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്ക് ഇടവന്നിട്ടുണ്ടെന്നും നാം അറിയുന്നു. നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിൽ ഉൾപ്പെടുന്നില്ല. വിശേഷിച്ചും നമ്മുടെ ശിഷ്യവർഗത്തിൽ നിന്ന് മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്ക വിധം ആലുവ അദ്വൈതാശ്രമത്തിൽ ശിഷ്യസംഘത്തിൽ ചേർത്തിട്ടുള്ളൂ എന്നും മേലും ചേർക്കുകയുള്ളൂവെന്നും വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പരസ്യം ചെയ്തിരിക്കുന്നു. ഇത് ഗുരു തന്നെ നമുക്ക് തന്ന വിളംബരമാണ്. ഇന്നും ഗുരുവിൻ്റേതെന്ന് പറയുന്ന, ഗുരുവിൻ്റെ പേര് വെച്ച പല സംഘടനകളിലും എത്രത്തോളം ജാത്യഭിമാനം നിലനിൽക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗുരുവിൻ്റെ ലക്ഷ്യവും ഗുരുവിൻ്റെ മാർഗവും അതിന്നും പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്ക് സമൂഹത്തിനായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയും ആ മഹാഗുരു കാണിച്ചു തന്ന ആ ദീപം തെളിയിച്ചു തന്നതിലേക്ക് എത്താനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നന്ദി, നമസ്തേ.